നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന ഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ നിന്ന് ആരും തന്നെ സത്യവിശ്വാസി അവനുക്ക് പോകുന്നില്ല. അവനുക്ക് ഞാൻ അവന്റെ അബ്ബയെക്കാളും അവന്റെ മക്കളെക്കാളും അതേപോലെ തന്നെ ലോകത്തിക്കര എല്ലാ മനുഷ്യരെക്കാളും അവനുക്ക് നാനായിട്ടിക്കണം ചെമ്മെ ഇഷ്ടപ്പെടുന്നവനായിരിക്കുക. ചെമ്മൻ നാനായിട്ടിക്കണം അവനുക്ക് ഏറ്റവും അധികം ഇഷ്ടമുള്ളവനായിത്തീരുക. അത്രത്തോളം അങ്ങനെ ആകുന്നത് വരെ നിങ്ങളിൽ ആരും തന്നെ മുഅ്മിനുകളാവണക്ക് പോകുന്നില്ല, വിശ്വാസികളാവണക്ക് പോകുന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്. ഇനി കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഈ മാസവുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്ത് എന്ന് ചൊന്നുകൊണ്ട്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾ സ്നേഹിക്കറ എന്ന് ചൊന്നുകൊണ്ട് മുസ്ലിമീങ്ങളിലെ ഒരു വലിയ വിഭാഗം അള്ളാഹുവിന്റെ ദീനിൽ പുതിയതായിരിക്കുന്ന മതനിയമങ്ങൾ ഉണ്ടാക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച മാസമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ ജനിച്ച മാസത്തിൽ പണ്ഡിതന്മാർക്ക്, ചരിത്രകാരന്മാർക്ക്, ഇതിഹാസകാരന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ്. അതിൽ ഒരു അഭിപ്രായം മാത്രമായിട്ട് റബീഉൽ അവ്വൽ എന്ന് ചൊല്ലുന്നത്. ആ റബീഉൽ അവ്വൽ മാസത്തിൽ അള്ളാഹുവിന്റെ ദീനിൽ പുതിയ എന്തെല്ലാം നിയമങ്ങളാണ്, എന്തെല്ലാം തശ്രീകളാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. പരിശുദ്ധ ഖുർആൻ ഒരു സൂറത്തു ശൂറായിൽ ചൊല്ലുന്ന ഒരു ആയത്ത് നമുക്ക് കാണാൻ സാധിക്കും. അം ലഹും ശുറകാഉ ശറഉ ലഹും മിനദ്ദീനി മാ ലം യഅ്സൻ ബിഹില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കേക്കറ് അങ്ങ് മുശ്രിക്കുകളെ സംബന്ധിച്ച് അല്ലാഹു തആല ചൊല്ലുന്നിടത്ത്, അതായത് അള്ളാഹുവിന്റെ ദീനിൽ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കര മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ അങ്ങ് ഈ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് അങ്ങക്ക് ആരാണ് അനുവാദം കൊടുത്തത്? അല്ലാഹു തആല അനുവാദം കൊടുക്കാത്ത പലതും ദീനിൽ പുതിയതായിട്ടുണ്ടാക്കണകോ അങ്ങനെ സഹഭാഗികളായിട്ട് അങ്ങ് സങ്കല്പിക്കരെ ആരെങ്കിലും കൊടുത്തുറോ എന്ന് അല്ലാഹു തആല വളരെ ഗൗരവത്തോടു കൂടി കേക്കറ്. എന്നിട്ട് അവിടെ അല്ലാഹു തആല ചൊല്ലുന്നത്, അള്ളാഹുവിന്റെ തീരുമാനത്തിന് പളക്കമെങ്കാലും മുൻകടന്നിട്ടില്ലായിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ തീരുമാനം, അതെ അന്തിമമായിട്ടിരിക്കുന്ന തീരുമാനം ഇവരുടെ മേൽ അല്ലാഹു തആല നടപ്പിലാക്കുമായിരുന്നു. അതെ ഞങ്ങൾ അല്ലാഹു തആല നാശമാക്കുമായിരുന്നു. പക്ഷേ അല്ലാഹു തആല ശിക്ഷാ നടപടികൾ എടുക്കുന്നത് അത് പരലോകത്തേക്കാണിട്ട് അല്ലാഹു തആല നീട്ടിവെച്ചത്. അപ്പോ അള്ളാഹുവിന്റെ ദീനിൽ പുതിയ നിയമങ്ങളാണ് ഉണ്ടാക്കുന്നത്. മൗലൂദിന്റെ പേരിലും അതേപോലെ റബീഉൽ അവ്വൽ മാസത്തിൽ റാലി നടത്തുന്നതും അതേപോലെ ഘോഷയാത്ര പോകുന്നതും എല്ലാം തന്നെ ദീനിലിക്കരെ അനാചാരമായിട്ടിക്കറ്, അത് പുതിയ നവീനാചാരമായിട്ടിക്കറ്. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒരിക്കലും ഈ മുസ്ലിം ഉമ്മത്തിൽ ആരും ഇടപെട്ടു പോകണ കുത്തിയറാം.